ഹലോ ഗൈസ്, അപ്പോൾ താഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ചെടിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പരിപാടിയിലാണ്. ഇത് ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ഉണ്ടാക്കിയാൽ വലിയ ഒരു പുരോഗമനമൊന്നും കാണാറില്ല. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി പണ്ടേ നിർത്തിയതാണ്. പിന്നെ ഇത് ഇക്കാതെയാണൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ബോഗൺവില്ല ചെടികളൊക്കെ കുറച്ചൊന്ന് ചട്ടി മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ താഴോട്ട് വന്ന് എന്തെന്നൊക്കെ നോക്കുന്നത്. ഞാനകത്ത് ഓരോ പരിപാടിയിലായിരുന്നു. അങ്ങനെ ഇതാ മക്കളും പുറത്തുണ്ട്. ഇത് ഞങ്ങൾ ചക്കപ്പഴത്തിൻ്റെ മരാട്ടോ. അത് അങ്ങോട്ട് റെഡിയായി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കായൊന്നും കഴിച്ചാൽ അങ്ങനെ കിട്ടാറില്ല. കാരണം ഒക്കെ മുകളിലായതുകൊണ്ട് കാക്ക കൊത്തിപ്പോകും. എന്നാലും 2-3 ഞങ്ങൾ വാശിയുണ്ട് ഞങ്ങൾ എടുക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്കൊക്കെ ഒന്ന് ആ ചെടീൻ്റെ അടുത്തേക്ക് ഇറങ്ങിയതാണ്. ചെടിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിലോട്ട് കൊണ്ടുപോകാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ഞങ്ങളെ മാവാണ്. ഇത് പൂത്തിട്ടൊന്നുമില്ല, എന്താ പൂക്കാത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തേക്ക് വന്നു മണ്ണും വളവും ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനേ ഉള്ളൂ. ഇനി മിക്സ് ചെയ്തിട്ട് ചട്ടിയിലോട്ട് മാറ്റണം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചെടിയൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. എനിക്കതൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ അതൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ചെടീൻ്റെ ഒരു പരിപാടി എനിക്കില്ലായിരുന്നു കേട്ടോ. ഉമ്മ ഉണ്ടാക്കും നന്നായിട്ട്. അതിന് പല ഉമ്മ കാണാറുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് റെഡി ആവുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടി പണ്ടേ നിർത്തി. എനിക്കിത് സംഭവം അതന്നെ തോന്നിയിട്ട് അതുപോലെ മണ്ണിറക്കി വെക്കുന്നതും എന്തായാലും അടിപൊളിയായി വളരട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതായാലും ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാക്കുന്നവർ റെഡിയാക്കി കിട്ടട്ടെ. അങ്ങനെ ഞാനിതാ മക്കളെ ഇതൊക്കെ ഇവിടെ ഇരിക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അങ്ങനെ തിരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.